പാലക്കാട് മുണ്ടൂരിൽ കാട്ടാനാക്രമണത്തിൽ യുവാവ് മരിച്ചു. കണ്ണാടൻ ചോലയ്ക്ക് സമീപത്ത് വെച്ചാണ് ആക്രമണം ഉണ്ടായത്. മുണ്ടൂർ ഉടുമങ്ങോട് സ്വദേശിയായ അല്ലനാണ് മരിച്ചത്. അല്ലനും അമ്മയും വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് കാട്ടാനകളുടെ ആക്രമണത്തിൽ ജീവഹാനി സംഭവിച്ചത്. എനിക്കറിയില്ല, കോള് വന്നിട്ട് പോയതായിരുന്നു. കോള് വന്നിട്ട് അമ്മയാണോ വിളിച്ചത് അതറിയില്ല. കോള് വന്നിട്ട് പോയി. അപ്പോൾ അവിടെ പോയപ്പോൾ അവർ വഴി കിടക്കണ്ടായിരുന്നു. ആണ് വേറൊരു ഫ്രണ്ട് വഴി അറിഞ്ഞത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോയതായിരുന്നു. വഴി കിടക്കായിരുന്നു. അറിയില്ല, അവൻ മിണ്ടുണ്ടായിരുന്നില്ല. അവനെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ അവൻ്റെ അമ്മയാണ് സംസാരിക്കുന്നത്. പിന്നെ വണ്ടി കയറ്റി വിട്ടിട്ട് എല്ലാവരും ആശുപത്രിക്കുന്നു. അതെ, അതറിയില്ല. ഞാൻ നോക്കിയപ്പോൾ പൾസൊന്നും കണ്ടില്ല. പക്ഷെ എനിക്കറിയില്ല, ഞാൻ വെപ്രാളത്തിലായിരുന്നല്ലോ. അമ്മ സംസാരിക്കുന്നുണ്ട്. അറിയില്ല, CT സ്കാൻ കൂടെ വന്നിട്ട് റിപ്പോർട്ട് നോക്കിയിട്ട് പറയുമ്പോൾ. അല്ലല്ല, അത് നോക്കിയിട്ട് ഡോക്ടർ നോക്കിയിട്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. CT സ്കാനിങ് ഇതിപ്പോൾ എമർജൻസി ആയിട്ട് മരുന്ന് കാര്യങ്ങൾ മേടിച്ചിട്ട് പോയിട്ടുണ്ട്. സംസാരിക്കുന്നുണ്ട്. ഗുരുതരമാണോ എന്ന് നമുക്കറിയില്ല. ആനപ്പോൾ ചവിട്ടിയിട്ടുണ്ടെന്ന് പോലും അറിയില്ല. ചവിട്ടിയിട്ടുണ്ടെന്നാണ് അമ്മ സംസാരിച്ച് പറയുന്നത്. അപ്പോൾ എന്താണ് ഡോക്ടർമാർ നോക്കിയിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. റിസൾട്ട് വന്നിട്ടുള്ളൂ, റിപ്പോർട്ട് നോക്കിയിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. നിതിൻ തോമസ് ഉണ്ട്. നിതിൻ, അമ്മയെ കൂടുതൽ ചികിത്സയ്ക്കായി തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയി അല്ലേ? ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ഈ അലന്റെ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് തീരുമാനിച്ചത്? അതെ, അമ്മേനെ വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് കുറച്ച് സമയം മുമ്പാണ് ഷിഫ്റ്റ് ചെയ്തത്. ഈ അലനും അമ്മയും ഇന്നലെ രാത്രി, അതായത് ഇന്ന് രാത്രി 8 മണിയോട് കൂടിയിട്ട് അവരുടെ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിക്കാണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായത്. 22 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യനാണ് ഈ മരണപ്പെട്ടിരിക്കുന്നത്. അമ്മയ്ക്കാണെങ്കിൽ ഗുരുതരമായി തന്നെ പരിക്കുകളേറ്റിട്ടുണ്ട്. ഈ ചെവിയുടെ ഭാഗത്തും അതുപോലെ തന്നെ കാലിനും പരിക്കേറ്റിട്ടുണ്ട്. ആന ചവിട്ടിയെന്ന് അമ്മ ഈ ആദ്യം ചെന്നവരോട് പറയുകയും ചെയ്തു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ അലൻ്റെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ പോസ്റ്റ്മോർട്ടം നടത്തി വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. എങ്ങനെയായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റും പൂർത്തീകരിച്ച് വരുമ്പോഴത്തേക്ക് രാവിലെ ഒരു ഏകദേശം 11 മണി 12 മണി ആകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നാളെ പ്രതിഷേധാർഹമായി ഈ സ്ഥലത്ത് മുണ്ടൂർ കണ്ണാടൻ ചോല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത്തരത്തിലൊരു ദാരുണ സംഭവം ഉണ്ടായത്. ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ മാധ്യമങ്ങൾ ഒരു ദൃശ്യം നൽകിയിരുന്നു. ഈ 3 ആനകൾ പ്രദേശത്തൂടെ കടന്നു പോകുന്ന 3 കാട്ടാനകളുടെ കൂട്ടം ഈ പ്രദേശത്തൂടെ കടന്നു പോകുന്ന ദൃശ്യങ്ങൾ നമ്മൾ നൽകിയിരുന്നു. അത് ഇന്നലെ രാത്രിയിൽ ഉണ്ടായതായിരുന്നു. അത്തരത്തിൽ 2 ദിവസമായിട്ട് ഈ പ്രദേശത്ത് കാട്ടാനയുടെ ശല്യം ഉണ്ടായിരുന്നു. ഇതിനു മുമ്പും നിരവധി കാട്ടാന ശല്യം ഉണ്ടായിട്ടുള്ള ഒരു പ്രദേശവും കൂടിയാണ് ഈ കണ്ണാടൻ ചോല എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രദേശവാസികൾ ഇത്തരത്തിൽ ആനയുണ്ടെന്ന് അറിയിക്കുകയും RRT സംഘവും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും എല്ലാം വന്ന് ഈ ആനകളെ തുരത്താനുള്ള നടപടികളൊക്കെ ചെയ്തിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ആനകൾ ഉള്ളിലേക്ക് പോയില്ല. ഈ വനമേഖല പ്രദേശമാണ്, മലയോര പ്രദേശമാണ്. വനത്തിനോടടുത്ത് തന്നെയാണ് ഇവരുടെ ഈ വീടൊക്കെ വരുന്നത്. എന്നാലും നമ്മൾ ഈ സംസാരിച്ച ആളുകളിൽ നിന്നും നമ്മൾ അറിയുന്നത് ഈ ഹൈവേയിൽ നിന്നും ഒരു 1 കിലോമീറ്റർ മാത്രമാണ് ഇവർ ഉള്ളിലേക്ക് നടന്നിരുന്നത്. ഒരു 50 മീറ്ററോളം നടന്നിരുന്നെങ്കിൽ ഇവരുടെ വീടും എത്തിയേനെ. ആ ഒരു സമയത്താണ് ഇത്തരത്തിലൊരു ദാരുണ അന്ത്യമുണ്ടായത്. പക്ഷേ ഈ ഇരു സൈഡിലും കാടുകളൊക്കെ തന്നെ കാടുകളും മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ പോയി കഴിഞ്ഞാൽ ആ പ്രദേശത്ത് കടന്നു ചെല്ലാൻ പ്രയാസമാണ്. ഇപ്പോഴും ഈ കാട്ടാന കൂട്ടം അവിടെ തമ്പടിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോഴും അവിടെ ഈ കാട്ടാനക്കൂട്ടത്തെ തുരത്താനുള്ള നടപടി. അത് ഈ അലന്റെ ജീവഹാനി സംഭവിച്ച ആ സ്ഥലത്തിന് സമീപത്ത് തന്നെയാണോ ആനകൾ? അതെ, ഈ ജീവഹാനി സംഭവിച്ചെടുത്തുനിന്ന് 500 മീറ്റർ മാത്രം അകലെയാണ് ഈ ഇന്നലെ രാത്രി ഈ കാട്ടാനക്കൂട്ടത്തെ കണ്ടത്. ഈ കാട്ടാനക്കൂട്ടത്തിനെ കണ്ട കാര്യം പ്രദേശവാസികളും മറ്റും ഈ ഫോറസ്റ്റുകാരെ അറിയിച്ചപ്പോൾ ഫോറസ്റ്റുകാർ വന്ന് ഇത്തരത്തിൽ പടക്കം പൊട്ടിക്കലും ഒക്കെ നടത്തിയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ കാട്ടാന ഉള്ളിലേക്ക് കടന്നു പോയില്ലായിരുന്നു, പകരം അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അത്തരത്തിൽ വലിയൊരു നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്നുള്ളൊരു ആക്ഷേപവുമുണ്ട്. അതിൽ പ്രതിഷേധിച്ച് നാളെ മുണ്ടൂർ പ്രദേശത്ത് CPM-ന്റെ നേതൃത്വത്തിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്.